നമസ്കാരം. ഇന്ദിരാഗാന്ധിയാണ് പണ്ട് ഖാലിസ്ഥാൻ വാദത്തിന് ചുക്കാൻ പിടിച്ച തീവ്രവാദിയായ ബ്രിന്ദാൽവാലയെ സംരക്ഷിച്ചത്. പിന്നീട് ബ്രിന്ദാൽവാല ഇന്ദിരാഗാന്ധിക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത തിന്മയുടെ ശക്തിയായി വളരുകയും ചെയ്തതോടെയാണ് സിഖുകാരുടെ പവിത്ര ആരാധനാലയമായ സുവർണ ക്ഷേത്രത്തിലേക്ക് ഇന്ദിരാഗാന്ധി പട്ടാളത്തെ അയച്ചത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന ആ ദൗത്യത്തിലൂടെയാണ് ഇന്ത്യൻ സേനയ്ക്ക് ബ്രിന്ദാൽവാലയെ വധിക്കാൻ സാധിച്ചത്. പക്ഷേ തങ്ങളുടെ പവിത്രമായ ക്ഷേത്രത്തിലേക്ക് പട്ടാളത്തെ അയച്ചതും അതിനുള്ളിൽ വെടിയുയർത്തിയതും സിഖുകാരെ വല്ലാതെ വിഷമിപ്പിച്ചു. ഇന്ദിരാഗാന്ധിയുടെ ബ്രിന്ദാൽവാലയ്ക്കെതിരായ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ പട്ടാള ആക്രമണത്തിന് സിഖുകാർ പ്രതികാരം ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരായ സിഖുകാർ തന്നെ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നു. ഇന്ദിരാഗാന്ധി ഖാലിസ്ഥാൻ വാദത്തെ പിന്തുണച്ച അതേ ശൈലിയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയും ചെയ്തത്. സിഖുകാരുടെ പരമ്പരാഗത കൈവളയും ധരിച്ച് സിഖുകാർക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ലെന്നാണ് ഈയിടെ രാഹുൽ ഗാന്ധി US-ൽ സംസാരിച്ചത്. എന്നാൽ ഇന്ത്യയിൽ ഇന്ന് സിഖുകാർക്ക് അങ്ങനെ ഒരു ദുരവസ്ഥയൊന്നുമില്ലെന്ന് നിരവധി സിഖു നേതാക്കളും ഇന്ത്യ ടുഡേയുടെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ രാഹുൽ കാൻവാലിനെ പോലുള്ളവരും അഭിപ്രായപ്പെടുന്നു. രാഹുൽ ഗാന്ധി സിഖുകാർക്കിടയിൽ ഭീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഈ പ്രസ്താവനയിലൂടെ എന്നാണ് ആരോപിക്കപ്പെടുന്നത്. സിഖുകാർക്കുള്ളിൽ പുകയുന്ന അരക്ഷിതാവസ്ഥയെ മുതലാക്കുക മാത്രമാണ് രാഹുൽ ഗാന്ധി ഈ പ്രസ്താവനയിലൂടെ ഉദ്ദേശിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയെ പിന്തുണച്ച് കാനഡ, US എന്നീ രാജ്യങ്ങളെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന സിക്സ് ഫോഴ്സ് ജസ്റ്റിസ് എന്ന ഖാലിസ്ഥാൻവാദികളെ പിന്തുണയ്ക്കുന്ന സംഘടന പ്രസ്താവന ഇറക്കിയിരുന്നു. രാഹുൽ ഗാന്ധി ഖാലിസ്ഥാൻവാദികൾക്കൊപ്പമാണെന്നാണ് സിക്സ് ഫോഴ്സ് ജസ്റ്റിസ് നേതാക്കൾ പ്രസ്താവിച്ചത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കങ്ങൾ അപകടകരമാണെന്നും കുറുക്കുവഴിയിലൂടെയാണ് അധികാരം നേടാനുള്ള അജണ്ടയുടെ ഭാഗമായുള്ള ബോധപൂർവ അജണ്ടയുടെ ഭാഗമാണ് ഈ പ്രസ്താവനയെന്നും നിരവധി രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. കാരണം ഖാലിസ്ഥാൻവാദികളുടെ അജണ്ടയെ പിൻപറ്റുക വഴി അപകടകരമായ ഒരു രാഷ്ട്രീയ അജണ്ടയിലേക്കാണ് രാഹുൽ ഗാന്ധി മുന്നേറുന്നത്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ മണ്ടത്തരത്തിന്റെ ഭാഗമാണ് ഈ നീക്കമെന്നും വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി.